അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ്. ഇനി പറയാൻ പോകുന്നത് 9-ാം മാസത്തെക്കുറിച്ചാണ്. അതായത് തേർഡ് ട്രിമസ്റ്ററിലെ ലാസ്റ്റ് മന്തായ 9-ാം മാസത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 9-ാം മാസം എന്ന് പറയുന്നത് നിർണായകമായൊരു മാസമാണല്ലേ. നമ്മുടെ ഡെലിവറിയെല്ലാം നടക്കുന്ന ഒരു മാസമാണ് 9-ാം മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടുന്ന പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 9-ാം മാസത്തിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നത് സാധാരണമാണ്. ഗർഭകാലത്ത് ഉറക്കമില്ലെന്ന് പരാതിപ്പെടാറുണ്ട്. ചിലർ ഉറക്ക ഗുളികകൾ കഴിക്കാറുണ്ട്. രാത്രി ഉറക്കം കിട്ടുന്നില്ല എന്ന കാരണത്താൽ ഉറക്ക ഗുളികകൾ കഴിക്കരുത്. പിന്നെ ചില സ്ത്രീകളിൽ മുലക്കണ്ണുകൾ അകത്തേക്ക് വലിഞ്ഞാണിരിക്കുന്നത്. ഇങ്ങനെ മുലക്കണ്ണുകൾ പരന്നതോ ഉള്ളിലേക്ക് വലിഞ്ഞോ ഇരുന്നാൽ പ്രസവശേഷം ശിശുവിന് മുല കുടിക്കാൻ പ്രയാസം നേരിടും. പതിവായി മുലക്കണ്ണിൽ എണ്ണ പുരട്ടിയാൽ ഇതൊഴിവാക്കാനാവും. പിന്നെ ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4th മന്തിലോ അല്ലെ 5th മന്ത് പ്രഗ്നൻസിയിലെ വീഡിയോയിലാണ് തോന്നുന്നു. പിന്നെ നമ്മുടെ മുലക്കണ്ണുകൾ ഓയിൽ മസാജ്, നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഓയിൽ മസാജ് ചെയ്തിട്ട് മുലക്കണ്ണുകൾ പുറത്തേക്ക് വലിച്ചെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് മുലക്കണ്ണിന് ചുറ്റും ഓയിൽ മസാജ് ചെയ്തിട്ട് പുറത്തേക്ക് ആ കണ്ണി പിന്നെ മസാജ് ചെയ്യുന്നതോടൊപ്പം ആ ഓയിലും കൂടി ഇതാക്കിയിട്ട് മുലക്കണ്ണി പിന്നെ പുറത്തേക്ക് വലിച്ചെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദിവസവും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞിക്ക് സുഖകരമായിട്ട് നമ്മുടെ മുലക്കണ്ണിയിൽ പാല് വലിച്ചു കുടിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് പരന്നതും അതുപോലെ തന്നെ ഉള്ളിലേക്കുള്ള മുലക്കണ്ണിയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കേണ്ട ഒരവസ്ഥ വരും. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ 7-ാം മാസം തൊട്ടിട്ട് മുലക്കണ്ണി വലിച്ചെടുത്തതാണ്. പക്ഷേ കുഞ്ഞിക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള ഒരു കണ്ണി ഉണ്ടായിരുന്നില്ല. അത് ഉള്ളിലേക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പരന്ന പോലെയായിരുന്നു. പിന്നെ അങ്ങനെ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നല്ല വേദനയോടെ തന്നെ മുലക്കണ്ണി പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫസ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആണെങ്കിലും ഇപ്പോൾ തന്നെ മുലക്കണ്ണി പുറത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും മുലക്കണ്ണി അകത്തേക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കാപ്പി കൂടി പൂർണ്ണമായിട്ടും നിർത്തുക. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. തിളപ്പിച്ചാറിയ ദാഹശമനി കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ വയർ വലിപ്പം വെച്ചതിനാൽ കട്ടിലിൽ കിടക്കാനും ഉറങ്ങാനും ബുദ്ധിമുട്ടുണ്ടാവും. ചില സ്ത്രീകൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങിയാവും ശീലം. എന്നാൽ ഗർഭിണിയായാൽ കമിഴ്ന്ന് കിടന്നുറങ്ങാൻ പാടില്ല. അതിനാൽ ഉറക്കം വരുന്നില്ലെങ്കിൽ കിടപ്പിൻ്റെ രീതികൾ മാറ്റി നോക്കാം. അവസാന നാളുകളിൽ കാലിൽ നീര് വരുന്നത് സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറഞ്ഞ ഭക്ഷണം, അതുപോലെ തന്നെ പപ്പടം, അച്ചാർ, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കലാണ്, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പച്ചക്കറി ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ധാരാളം വിശ്രമം എന്നിവ ആവശ്യമാണ്. നീര് വരുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കണം. പിന്നെ കാലിൽ നീര് വരുന്നത് ചിലവർക്ക് സ്വാഭാവികമാണ്. അത് പിന്നെ പ്രഷർ കൂടിയിട്ടും നല്ലതായിരിക്കും അവർക്ക് നീര് വരുന്നത്. ചിലവർക്ക് സ്വാഭാവികമായിട്ട് നീര് വരാറുണ്ട്. പ്രഷർ ഇല്ലെങ്കിലും നീര് വരാറുണ്ട്. അപ്പം അങ്ങനെ പ്രഷർ കാരണമാണ് നീര് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. പിന്നെ പഴവർഗ്ഗങ്ങൾ തൊലി കളയാതെയും പച്ചക്കറികൾ ധാരാളം കഴിക്കുക. അതോടൊപ്പം ലഘുവായി വ്യായാമം ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ കാല് കഴുമ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗർഭപാത്രത്തിൻ്റെ മർദ്ദം രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുമ്പോഴാണ് കാല് കഴുമ്പ് അതുപോലെ തന്നെ കാലുവേദനയെല്ലാം ഉണ്ടാകുന്നത്. കാൽവണ്ണയിലെ മസിലുകൾ നിവർത്തുന്നത് ഇത് കുറയ്ക്കാനും സഹായിക്കും. പിന്നെ രക്തസ്രാവം, യോനി, മലദ്വാരം, മുലക്കണ്ണി എന്നിവയിൽ നിന്നോ ചുമയ്ക്കുമ്പോൾ രക്തം വന്നാൽ ഉടനെ ഡോക്ടറെ കാണിക്കും. കാഴ്ച മങ്ങുക, വിട്ടുമാറാത്ത കഠിനമായ തലവേദന, ശക്തമായ ഛർദി, കുളിരും പെനിയും, യോനിയിൽ നിന്നും പെട്ടെന്ന് സ്രവം എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടണം. ഗർഭിണി പ്രസവത്തിന് തയ്യാറാവുകയായി. ഗർഭിണിയുടെ ശരീരം, പ്രത്യേകിച്ച് ഗർഭാശയവുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ, വയർ കൂടുതൽ താഴേക്ക് വരികയും അരക്കെട്ട് വികസിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയെല്ലാമാണ് 9-ാം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി 10-ാം മാസത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഡെലിവറിയാണ് പറയാൻ പോകുന്നത്. പ്രസവവേദനയും പ്രസവമെല്ലാം പറയാൻ പോകുന്നത്.
അത് ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയെല്ലാമാണ്. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 10ാം മാസത്തെ കുറിച്ചിട്ടാണ്, അതായത് നമ്മുടെ ഡെലിവറിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം വീണ്ടും നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.